നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാണ്. നിങ്ങളുടെ നാളെ 2025 ഒക്ടോബർ മാസം 7-ാം തീയതി ചൊവ്വാഴ്ച മംഗളവാരം, അതായത് 1201 കന്നിമാസം 21-ാം തീയതി. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:08. നാളത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ ദിനം പൗർണമിയാകുന്നു. നാളത്തെ തിഥി ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ്. തലേ ദിവസം ഉച്ചയ്ക്ക് 12:20 മുതലാണ് പൗർണമി വന്നത്. അതിനാൽ പൗർണമി കാലത്ത് 7:16 വരെ മാത്രമേ പൗർണമി തിഥിയുള്ളൂ. പിന്നീട് കറുത്തപക്ഷത്തിലെ പ്രതിപദം തുടങ്ങുകയായി. പ്രതിപദം ഒരു ശുഭമുള്ള തിഥിയല്ല. ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. പ്രതിപദം പ്രഥമാതിഥിക്കാണ് നാം പ്രതിപദം എന്ന് പറയുന്നത്. അത് കറുത്തപക്ഷത്തിലേതായാലും വെളുത്തപക്ഷത്തിലേതായാലും പ്രതിപദം ദാരിദ്ര്യത്തെ ചെയ്യുന്നു. പക്ഷേ കറുത്തപക്ഷത്തിലെ പ്രതിപദത്തിന് വെളുത്തപക്ഷത്തിലെ പ്രതിപദത്തെക്കാളും ബലമുണ്ട്. പൗർണമി കഴിഞ്ഞ് അടുത്ത 5 വരെ, കറുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. നാളത്തെ നക്ഷത്രം നാം എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന രേവതി നക്ഷത്രമാകുന്നു. രേവതി ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി, രേവതി, അശ്വതി. അതിനാൽ രേവതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കും. പക്ഷേ വാങ്ങാനും കൊടുക്കാനും രേവതി ഉപയോഗിക്കാറില്ല. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാചിത്രാച രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത്, കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തശേഷന്ത് വിനശ്യത, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു. അതിനാൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും നാളത്തെ ദിനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ശ്രദ്ധിക്കുക, ചൊവ്വാഴ്ചയാണ്. പലരും ചൊവ്വാഴ്ച ഇറങ്ങില്ല വീട്ടിൽ നിന്ന്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വല്ല കാര്യങ്ങളും ചെയ്യുവാനുണ്ടെങ്കിൽ നാളെ 7:30 മുതൽ 8:45 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വിനിയോഗിക്കാം. വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചയാണ്, ഭൂമി കാരകനായ ചൊവ്വയാണ്. ബുധൻ വരാഹമാണ്. അതിനാൽ ഭൂമി പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ വീട്ടിൽ ഭൂമി സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭൂമി പൂജ ചെയ്യാം. അപ്രകാരം തന്നെ നിങ്ങൾക്ക് വരാഹമൂർത്തി പൂജ ചെയ്യാം. നിങ്ങൾക്ക് പുതിയ ഭൂമി ലഭിക്കണമെങ്കിൽ, ഭൂലാഭം ഉണ്ടാകണമെങ്കിൽ ഓം വരാഹമൂർത്തയേ നമഃ നല്ലൊരു മന്ത്രമായി സ്വീകരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.